ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഈ ഒരു ക്യാരറ്റും ഉപയോഗിച്ചിട്ട് നമുക്ക് നൈറ്റിൽ തേച്ച് കിടക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ക്രീം തയ്യാറാക്കുക കേട്ടോ. ഇത് നിങ്ങൾക്കെന്ന് വെച്ചാൽ നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്നതെങ്കിൽ നിങ്ങളെ സ്കിന്ന് ഡ്രൈ ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല നിറവും തിളക്കവും വരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ്. നിങ്ങൾ വലിയ വില കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങേണ്ട ക്രീമിൻ്റെ ഒരു കാര്യവുമില്ല. അത്ര അടിപൊളി റിസൾട്ട് കിട്ടുന്ന ക്രീമാണ്. അപ്പോൾ ഇത് ക്യാരറ്റല്ല, ഇത് ഇത്ര മാത്രം മതി കേട്ടോ. ഞാൻ എടുത്ത വലിപ്പത്തിനുള്ള ക്യാരറ്റും പിന്നെ പൊട്ടാറ്റോവും വേണ്ട. അതായത് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് നീര്, അതായത് 1 ടേബിൾ സ്പൂണ് പൊട്ടാറ്റോ ജ്യൂസും 1 ടേബിൾ സ്പൂണ് ക്യാരറ്റ് ജ്യൂസും കിട്ടുന്ന അത്രക്കുള്ള നീര് കിട്ടുന്ന അത്രയിനുള്ള പൊട്ടാറ്റോവും ക്യാരറ്റും മാത്രം എടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ചിരകി എടുക്കട്ടെ. ഇങ്ങനത്തെ ചിരകുന്ന സ്ക്രാപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് അടിച്ചെടുത്ത് അതിൻ്റെ നീരെടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഇതിങ്ങനെ നമ്മൾ ചിരകിയെടുത്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നീര് കിട്ടും. ഇത്രയും നീര് നമുക്ക് ആവശ്യമുള്ളൂ. രണ്ടിൻ്റെയും കൂടിയിട്ട് 2 ടേബിൾ സ്പൂണ് നീര്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് എടുക്കുക. അലോവേര ജെല്ല് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിലുള്ള ചെടികളിലുള്ള എടുക്കരുത്, പുറത്തുനിന്ന് വാങ്ങിയത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടിയും പൊട്ടിച്ച് വയ്ക്കുക. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ആയി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയില്ല, കുറച്ച് ഇത് നിങ്ങളെടുത്ത ജ്യൂസ് കൂടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല്ല് ഇട്ടാൽ മതി. നമ്മൾ എത്രത്തോളം അലോവേര ജെല്ല് ഇടുന്നോ അത്രത്തോളം ഈ ക്രീം നല്ല കട്ടിയിലായി വരും. പക്ഷേ ഓവറായിട്ട് അലോവേര ജെല്ല് ഇടണ്ട കേട്ടോ. ഏകദേശം ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. 2 ടേബിൾ സ്പൂൺ ജ്യൂസിന് ഒരു ഹീപ്പ് ഫുള്ള് അലോവേര ജെല്ല് കറക്റ്റ് ആയിരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഉള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് ഷെൽഫ് ലൈഫ് കിട്ടില്ല. ഈ ഒരു ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതൊരു 4-5 ദിവസമെല്ലാം ഇത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ക്രീമാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ വീട്ടിലുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഷെൽഫ് ലൈഫ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജില്ലാത്തവർക്ക് പുറത്തും ഇത് സൂക്ഷിക്കുക. 2-3 ദിവസം പുറത്ത് വെച്ചാൽ ഇതൊന്നും ആവില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി, നല്ല ഓറഞ്ച്, നല്ല അടിപൊളി ക്രീമായിട്ടുണ്ട്. ഇതിന് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ. അപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആണ് നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിന്നിൽ വരുന്ന മാറ്റം നല്ല അടിപൊളി മാറ്റമായിരിക്കും. ഇതുപോലുള്ള ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ, ഇതുപോലുള്ള അടപ്പുള്ള ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോൾ രാത്രി ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഫ്രിഡ്ജില്ലാത്തവർക്ക് പുറത്ത് വെക്കാം. ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത ഒരു നാച്ചുറൽ ക്രീം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖത്തേക്ക് ഇങ്ങനെ സാധാരണ ഫെയർനെസ് ക്രീം നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുക അതുപോലെ ഇതുപോലെ ഒന്ന് കിടന്നാൽ മതി. പിന്നെ നിങ്ങളിത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ സാധാ പല്ലെല്ലാം തേച്ച് മുഖം കഴുകുന്നത് പോലെ കഴുകിയാൽ മതി. ബാക്കി വരുന്ന ക്രീം ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാം. ഇത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ ഒട്ടും മടികൂടാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു 5 ദിവസത്തിനെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നീട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എപ്പോഴൊരു കുറേ ദിവസത്തിനൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. മാക്സിമം ഒരു 5-6 ദിവസത്തിന് മാത്രമേ ഉണ്ടാക്കാവൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കിടിലൻ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്നറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.